ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീതു. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞങ്ങളിവിടെ ഉള്ളത് ചെന്നൈയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറേ വിശേഷങ്ങളും ചെന്നൈയിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഫാമിലിയും ഇവിടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു മോളുണ്ട്, ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യണേ. അപ്പോൾ പതിയെ എല്ലാ വിശേഷങ്ങളും നമുക്കറിയാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ലഞ്ച് പ്രിപ്പറേഷനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് ലഞ്ചും ഒക്കെ ഉണ്ടാക്കി അങ്ങ് തുടങ്ങാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു. വെള്ളം ഇപ്പോൾ ചൂടാറിക്കിട്ടാനും കുറച്ച് താമസമാണല്ലോ, ചൂടുകാലമായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളം തിളപ്പിക്കുന്നത് നറുനീണ്ടിയിട്ടിട്ടാണ്. നമ്മൾ സർബത്തൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ആ വേര്. അപ്പോൾ അത് കുറച്ച് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടൂട്ടോ, ഇവിടെ ഇനി എവിടെയാണ് ഈ മരുന്ന് കടാന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് തിളപ്പിക്കാൻ വെച്ചു. നല്ല മണം ടേസ്റ്റ് വയ്ക്കാണ് കേട്ടോ ആ വെള്ളത്തിന്. പിന്നെ നമ്മളത് കുടിക്കുന്നത് കൊണ്ട് നല്ലതാണ്. കണ്ടിന്യൂസ് ഞാൻ കുടിക്കാറില്ല, മാറി മാറിയിട്ടാണ് തിളപ്പിക്കുക. ദാഹശമനിയോ ഇതോ പിന്നെ വേറെ നമുക്ക് ഇപ്പോൾ പതിമുഖം, കരിങ്ങാലി അങ്ങനെ മാറി മാറി കിട്ടുമല്ലോ. പിന്നെ ദാഹശമനിയുടെ കൂട്ട് അതെല്ലാം മാറി മാറി ഇടും കേട്ടോ. പിന്നെ സ്പൈസസ് എന്തെങ്കിലുമൊക്കെ ഇടും, ഏലക്കായോ പട്ടയോ അങ്ങനെയൊക്കെ ഇട്ട് മാറി മാറി തിളപ്പിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചോറ് വയ്ക്കാൻ പോവാണ്. കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കണേ. എനിക്കിപ്പോൾ ഇങ്ങനെ ചോറ് വെച്ച് നല്ല പരിചയമാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. ഇപ്പം നമുക്ക് അരിയൊക്കെ വ്യത്യാസം വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും ഇവിടെ കുത്തരിയാണ് ഉപയോഗിക്കണേ. നമ്മൾ ചെന്നൈയിലാണെങ്കിലും നാട്ടിൽ വെച്ച് ശീലിച്ച് പോയതുകൊണ്ട് അതങ്ങ് വിട്ട് കളയാനൊരു ബുദ്ധിമുട്ട്. മറ്റേ അരി അത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ കുത്തരി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കണേ. അപ്പോൾ ഈ കുത്തരി വടിയും കിട്ടുമല്ലോ, പിന്നെ മറ്റേ ഉണ്ടയും കിട്ടുമല്ലോ. രണ്ടിനും രണ്ട് വേവാണ്. അപ്പോൾ അത് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളൊക്കെ, ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. ഇന്നലെ ഉണ്ടാക്കിയതാണ് ചിക്കൻ കറിയും പിന്നെ ബീട്രൂട്ട് തോരനും. അപ്പോൾ അത് രണ്ടും ഞാൻ തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് തണുപ്പ് മാറിയിരിക്കുമ്പോൾ ചൂടാക്കി കഴിക്കാമല്ലോ. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു. നമുക്കിന്ന് ചെമ്മീൻ ഒളുത്തുണ്ടാക്കാം കേട്ടോ. ചെമ്മീൻ ഒളുത്തിയതെന്ന് പറയില്ലേ, ഒരു പ്രോൺസ് റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് കൊത്തമര എന്നല്ലേ ഇതിനെ പറയണേ, കൊത്തമര എന്നാട്ടോ ഞാൻ പറയണേ. അപ്പോൾ അതാണ് ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയില്ലേ, ആ സാധനം. ഇത് ചില ആൾക്കാർക്കൊക്കെ ഇത്തിരി മടുപ്പാണ്. കാരണം ഒരു കയ്പ്പ് പോലെ ഇതിന് ചെറുതായിട്ടുണ്ട്. പക്ഷേ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ആ കയ്പ്പ് കുറച്ചും കൂടെ അറിയാൻ പറ്റും. തോരൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങയും കൂടെ വരുമ്പോൾ അത്രയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ്. ഞങ്ങൾ മിക്കവാറും എല്ലാ പച്ചക്കറികളൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഒന്നും മാറ്റിയൊന്നും നിർത്താറില്ല. പിന്നെ ഈ തമിഴ്നാട്ടിൽ നമുക്കറിയാത്ത കുറച്ച് പച്ചക്കറികളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഇനി പരീക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തോരനുണ്ടാക്കാൻ പോവാണ്. നമ്മളെല്ലാവരും തോരനുണ്ടാക്കുമെങ്കിലും എല്ലാവരും ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ എല്ലാം പാചകം ചെയ്യുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ അത്രയ്ക്കും അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കും കേട്ടോ. കുറച്ച് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ നല്ലെണ്ണ ഒക്കെയാണ് ഉപയോഗിക്കാറ്. നല്ലെണ്ണ അച്ചാറിനും പിന്നെ സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുള്ളൂ. അതല്ലാതെ കുക്കിങ്ങിന് അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് ഇപ്പം ഞാനിതിൽ കുറച്ച് കടലപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ ഞാനിട്ടതാണ്. പിന്നെ ഈ ക്യാബേജൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഉഴുന്നോ അല്ലെങ്കിൽ അരി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും ഇട്ട് ഉള്ളി ഇട്ട് ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമര ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണമല്ലോ, അപ്പോൾ മിക്സിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ എടുക്കുവാണ്. എൻ്റെ ആഭരണപ്പെട്ടി പോലത്തെ ഒരു പെട്ടിയാണിത്, ഫ്രിഡ്ജിൽ വയ്ക്കണേ. ഞാനിത് വാങ്ങിച്ച് പിന്നെ എല്ലാം കുറച്ചായിട്ട് അതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കും. പച്ചമുളകാണെങ്കിലും വാങ്ങി കഴുകിയിട്ടൊക്കെ കുറച്ച് അതിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് 100 പാത്രമൊന്നും എടുക്കണ്ട, ഒരെണ്ണം എടുത്ത് എല്ലാം അതിൽ നിന്ന് കിട്ടും. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഇത് കരിവേപ്പിലയാണ് കേട്ടോ.
നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. ട്രെയിനിനാണ് ഇപ്പോൾ പോയി വരാറ്. എന്നാലും നമുക്ക് കൈ പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ബാഗിൽ ഒതുങ്ങുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇത്തവണ ഇപ്പം ഞങ്ങൾ വന്നിട്ട് 1 മാസമായി. എന്നാലും നമ്മുടെ ഇത് എല്ലാം നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കും. അപ്പോൾ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ബോട്ടിലാക്കിയിട്ട് നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചു. അത് കേടായി പോകാതിരിക്കാനായിട്ട് താഴെയും ഈ ഈർപ്പം ശരിക്കും തട്ടുമ്പോഴാണല്ലോ കേടാവണേ, അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ടിഷ്യൂ മുകളിലും താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് ഈ പാത്രത്തിലേക്ക് വയ്ക്കും. അപ്പോൾ ഇപ്പോഴും നല്ല കേടാവാതെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചില ഇലകൾ മാത്രം ഒന്ന് ഇച്ചിരി കറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഞാനതിൽ ഒരു മോയ്സ്ചർ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെ അത് ഞാനൊന്ന് ടിഷ്യൂ ഒക്കെ വെച്ച് ഒന്ന് തുടച്ച് ഒക്കെ കൊടുക്കുമ്പോൾ അതങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിൽ വെച്ചാൽ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ അത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് തിരിച്ചു വെച്ചു. അപ്പോൾ ഈ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് ഞാൻ തിരിച്ചു വയ്ക്കും. കുറേ നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഞാൻ ഉള്ളി ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഈ മീനൊക്കെ ഞാൻ ഉള്ളി കൂടുതലും ചതച്ചാണ് എടുക്കണേ. ചതച്ചിടുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത് ചെമ്മീൻ ഒലത്ത് ഞാൻ ഉണ്ടാക്കുന്നത്, എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പം കൊച്ചി ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഒലത്ത് എന്നാണ് പറയാറ്. അത് പുളിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. വേറെ മിക്കവാറും എല്ലാവരും ഇച്ചിരി കുടംപുളിയൊക്കെ ചേർക്കാറുണ്ട്. നമ്മുടെ അവിടെ അധികം നല്ല കുടംപുളി ഉപയോഗിക്കാറേ ഇല്ല. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത്. ചിലപ്പോൾ തക്കാളിയൊക്കെ ഇടാറുണ്ട്. എന്നാലും ഈ വിനാഗിരിയുടെ ടേസ്റ്റാണ് അവിടെ ഉള്ളവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അപ്പം ഞാൻ വീട്ടിലങ്ങനെയാണ് കണ്ട് ശീലിച്ചേക്കുന്നതും. എനിക്ക് കൂടുതൽ ഇഷ്ടവും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റേതിടുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ തേങ്ങ ഒതുക്കാനായിട്ടുള്ള തോരനുള്ളത് ഒതുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി ഇടാറില്ല മിക്കവാറും തോരന്. ഞാൻ കൂടുതലും പച്ചമുളകിലാണ് കേട്ടോ എൻ്റെ കുക്കിങ്ങൊക്കെ. മുളക് പൊടി ഞാൻ അത്രയും വേണമെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ പച്ചമുളകും 2-3 തണ്ട് കറിവേപ്പിലയും അങ്ങനെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും അത്രയും ഇട്ടിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിടാനായിട്ട് മറന്നു പോയിട്ടോ. കുറച്ച് നേരത്തെ ഉപ്പിടേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഉപ്പ് ഒന്ന് വെന്തിട്ട് അങ്ങ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഓർത്തപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം, ഒതുക്കി വെച്ചിട്ടല്ലേ. അപ്പോൾ എന്നിട്ട് ഒന്ന് നല്ലോണം തട്ടിപ്പൊത്തി വെച്ച് അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ ആവി തേങ്ങയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും തേങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് നേരം ഒന്നും ഇരുത്തണ്ട. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുറന്നൊന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മുടെ തോരൻ റെഡിയാവും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മുളക് പൊടി ഇടാതെ ഇങ്ങനെ തോരൻ ഉണ്ടാക്കണതാണ് എനിക്ക് ഇവിടെ ഷൈചേട്ടനും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കൂടുതലും ഉണ്ടാക്കാറ്. മിക്ക തോരനും എൻ്റെ ഇങ്ങനെയാണ് ഉണ്ടാക്കണേ. ആദ്യമൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ആദ്യം വെജിറ്റബിൾ എന്താണ് അത് വേവിച്ചിട്ട് വേറെ പാത്രത്തിൽ വേവിച്ചിട്ട് അതിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ഉണ്ടാക്കണേ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച പുതിയ എൻ്റെ ഒരു ഓയിൽ ബോട്ടിലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിലിങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ടുള്ളതുണ്ട്. അത് ഞാനിതുവരെ സ്പ്രേ ചെയ്ത് നോക്കിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അധികം വിലയില്ല, എന്നാലും നന്നായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കാണാനും ഭയങ്കര ക്യൂട്ടല്ലേ. നമ്മൾ കിച്ചണിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. വേറൊരു കുറച്ചും കൂടെ വലിയ ക്യാനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇത് നല്ല ഹാൻഡി ആയിട്ട് എനിക്ക് തോന്നി. അധികം വിലയൊന്നുമില്ല, 200 രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മീഷോന്നാട്ടോ വാങ്ങിച്ചത്. ഈ മീഷോയിലെ മെഗാ സെയിൽ നടന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ചോറ് വാർക്കേണ്ട സമയമായിരുന്നു. അങ്ങനെ ചോറ് വാർക്കാൻ പോവാണ്. ഞാൻ വാർക്കുന്നതിന് പ്രത്യേകിച്ച് പാത്രമൊന്നും ഇങ്ങനെ വാർക്കണ പാത്രമൊന്നും അല്ല ഉപയോഗിക്കണേ. ഒരു അലൂമിനിയം പാത്രം ഉണ്ട് അതിൻ്റെ അടുത്തിരിക്കണേ. ആ അലൂമിനിയം പാത്രം കറക്റ്റാണ് കേട്ടോ ഈ കുക്കറിന്. അപ്പോൾ അതിലാണ് ഞാൻ വാർത്ത് അങ്ങനെ ശീലിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പാത്രം ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഞാൻ എപ്പോഴും ചോറ് വാർക്കുന്ന സമയത്ത് അതങ്ങനെ തന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ വാർക്കില്ല. എല്ലാവർക്കും ചോറ് കുക്കറിൽ വയ്ക്കുന്നത് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ ഒരു പശപ്പ് തോന്നും. ആ പശപ്പ് തോന്നുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ തന്നെ അതിലിരിക്കുമ്പോൾ ഇങ്ങനെ ചോറിൽ ഒട്ടിപ്പിടിച്ച് പശപ്പാവും. അപ്പം ഞാനിത് ഇപ്പോഴും ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ നല്ല വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ക്യാൻ വാട്ടറാണ് ഇവിടെ ഉപയോഗിക്കണേ. അതെടുത്ത് 1-2 പ്രാവശ്യം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാൻ വാർത്ത് വയ്ക്കുക. അപ്പോൾ ചോറിങ്ങനെ ഉതിർന്ന് കിടക്കും കേട്ടോ. ഒട്ടും പശപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയാണോ ഈ അടുപ്പത്ത് വെച്ചതാണോ എന്ന് അല്ല, രണ്ടും കൂടെ വെച്ച് ശരിക്കും മനസ്സിലാവില്ല. അതുപോലെ ഇരിക്കും കേട്ടോ ചോറ്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. അപ്പം ഞാൻ ചെമ്മീൻ ഒലത്താനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ആദ്യം 2-3 ഈ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാനങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇന്നിപ്പം മസാലപ്പൊടിയൊന്നും ഞാൻ എപ്പോഴും ഇടാറില്ല കേട്ടോ. ചെമ്മീൻ ഒലത്തുമ്പോൾ അത് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പെരിഞ്ചീരകം ഇട്ട് പൊട്ടി വന്നപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും നന്നായിട്ട് ഉള്ളി ചേർക്കണം കേട്ടോ. സവോള ഞാനധികം ചേർക്കാറില്ല. ചെമ്മീൻ ഒലത്തിലൊക്കെ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. സവോള ചേർക്കുമ്പോൾ കുറച്ചും കൂടെ മധുരം വരും. ഈ ചെമ്മീനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന പൊടി ചെമ്മീനല്ലേ, കുഞ്ഞു ചെമ്മീൻ. നമ്മൾ എന്തെങ്കിലും ചാറുകറി ഉണ്ടാക്കാനും അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയിലൊക്കെ ഇടാനും ഒക്കെ ഉപയോഗിക്കണേ അങ്ങനത്തെ ചെമ്മീനാട്ടോ, ചെറിയ ചെമ്മീൻ. ഇവിടെ അത്രയും ചെറിയ ചെമ്മീൻ കിട്ടില്ല. അതിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ ഇവിടെ ഇങ്ങനത്തെയാണ് ഏറ്റവും ചെറിയ സൈസ് കിട്ടുന്നത് ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെ മതി, ഇതിലും വലുത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ഇതിപ്പോൾ 250 രൂപ അങ്ങനെ എന്തോ ആണ് കിലോയ്ക്കെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനങ്ങനെ പോകാറില്ല കേട്ടോ. ഷൈച്ചേട്ടൻ തന്നെയാണ് പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണേ. ഇത് എനിക്ക് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല കേട്ടോ. ഇത് കടലിലെ ചെമ്മീനാണ്. നമ്മുടെ നാട്ടിൽ നല്ല കായലിലെ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ, പുഴയിലെ ചെമ്മീൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് അതാട്ടോ. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് ഈ വിനാഗിരി മാത്രം ഒന്ന് ഒഴിച്ചിട്ട്, അത് ഒരുപാടൊന്നുമില്ല, 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് കേട്ടോ, ഒരുപാട് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മറന്നു പോരുത്. അപ്പോൾ അതും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇനി വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്കിനി വറ്റിച്ചെടുക്കേണ്ടി വരും. ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ചെമ്മീൻ വറ്റിക്കുമ്പോഴാണെങ്കിലും ചെമ്മീൻ ഇതുപോലെ നമ്മൾ വറ്റിച്ച് വെക്കുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ വെറുതെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ച് വെക്കാറുണ്ട് ചെമ്മീൻ. അപ്പോൾ അപ്പോഴും ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും ചെറുതീയിൽ വെക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് വേറെ വെള്ളം ഒഴിക്കാതെ അത് തന്നെ ഒന്ന് അടച്ചു വെച്ച് പിന്നെ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെമ്മീൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ ചൂടാക്കാൻ വെച്ചേക്കുവാണ്. ചിക്കൻ ഇന്നലത്തെയാണ്. അതിൽ ചിക്കനൊന്നും കാര്യമായിട്ടില്ല, ഉരുളക്കിഴങ്ങാണ് കൂടുതലുള്ളത്. ഞാൻ ഇത്തവണ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാട്ടോ വെച്ചത്. കാരണം പാറു ചിക്കനൊന്നും അങ്ങനെ കഴിക്കില്ല. മോളുടെ കാര്യമാണ് കേട്ടോ പറയണേ. അപ്പോൾ അവൾക്ക് 3.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ആൾക്ക് അങ്ങനെ ചിക്കനൊന്നും താല്പര്യമില്ല. ഇതിൽ പൊട്ടറ്റോ ചിലപ്പോൾ കൊടുത്താൽ കഴിക്കും. അപ്പോൾ അവൾക്ക് വേണമെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ ഒരു നേരമൊക്കെ ഒന്ന് കൊടുത്താൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെമ്മീൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിന്നപ്പോൾ എന്നാൽ പിന്നെ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് എന്തൊക്കെയാണോ പെൻഡിങ് ഉള്ളത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി വേഗം തീരും കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ തീർക്കുമല്ലോ. ആദ്യം ഏതാണ് ചെയ്യേണ്ടത്, അങ്ങനെ നമ്മളൊരു ഓർഡർ ഉണ്ടാക്കുമല്ലോ. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് തീർക്കാവുന്ന ജോലികൾ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് നമുക്ക് ഇടാനും പറ്റും. അപ്പോൾ നമ്മുടെ പണികൾ വേഗം തീരുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ട് പാത്രം കഴുകുന്നത് എൻ്റെ നഖത്തിനൊന്നും ഈ ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഡിഷ് വാഷർ ഒന്നും എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. ഭയങ്കര അലർജിയൊക്കെ വരും. പിന്നെ ഇപ്പം അത് യൂസ്ഡ് ആയിട്ടോ അങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കി ചെമ്മീൻ തീരുമെന്ന് പറയുന്ന പോലെ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് നോക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അത് എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. പുതിയ നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രോത്സാഹനം ആണ് നമുക്ക് വീണ്ടും ചെയ്യാനായിട്ടൊരു നമുക്ക് ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.